അതെ. എങ്ങനെയാണ് പ്രൈസ്? നമുക്ക് 89,000 രൂപ ഫൈനൽ കൊടുക്കാം. 89 രൂപ. പ്രൈസ് എങ്ങനെയാണ്? 79,000 രൂപ ഫൈനൽ കൊടുക്കാം. 79. എങ്ങനെയാണ് പ്രൈസ്? 1,90,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കും. 90. അപ്പോൾ അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഇതിന് 85,000 രൂപ ഫൈനൽ കൊടുക്കാം. 85,000 രൂപ. എങ്ങനെയാണ് പ്രൈസ്? അപ്പോൾ മാരുതി 800 MBFI 31 പേപ്പറുള്ള വണ്ടി നമുക്ക് 69,000 രൂപ കൊടുക്കാം. 69. എങ്ങനെയാണ് പ്രൈസ്? വെറും 29,000 രൂപ കൊടുക്കാം. 29,000 ഓഫർ പ്രൈസ് ആണ്. 29,000 രൂപ. എങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ്? നമുക്ക് വെറും 39,000 രൂപ കൊടുക്കാം. 39,000 രൂപ. 200 സിംഗിൾ ഓണർ. 60,000 കിലോമീറ്റർ. അതെ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ്? 1,15 കൊടുക്കാം. 1,15 ധൈര്യമായിട്ട് എടുക്കാം. ഇങ്ങനെയുള്ള അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമുക്ക് 1,69,000 രൂപ ഫൈനൽ കൊടുക്കാം. 1,69. ഫിനാൻസും കിട്ടും. എത്ര കയറും? ഏകദേശം. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നന്ദകുമാർ. അപ്പം നമ്മൾ ബഡ്ജറ്റ് കാറുകളുടെ ഏറ്റവും വിശേഷം തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലോ ബഡ്ജറ്റ് കാറുകൾ കിട്ടുന്ന സ്ഥാപനമാണ് ബെസ്റ്റ് ചോയ്സ്. നിങ്ങൾക്ക് എൻ്റെ ബാഗാണ് ഇഷ്ടം പോലെ വണ്ടികളുടെ കളക്ഷൻ ഉണ്ട്. ബഡ്ജറ്റ് കാറുകൾ ഇഷ്ടംമാതിരി ഉണ്ട്. ഇത്രയും കളക്ഷൻസ് ഉള്ള ഷോറൂംസ് ബഡ്ജറ്റ് കാറുകൾ അധികം കുറവാണ് ഈ ഭാഗത്തോട്ട്. അപ്പം നമ്മുടെ ജെറിംബ്രോ ഉണ്ട്. വീട്ടിലോട്ട് സ്വാഗതം. അപ്പം ബഡ്ജറ്റ് കാറുകളുടെ വൻ കളക്ഷൻ. ഇത് മാത്രമല്ല ഒരു ആട് അപ്പുറത്തുണ്ട് കേട്ടോ. രണ്ടും ചേർത്താണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ എല്ലാ ടൈപ്പ് വണ്ടി വരുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് കൂടിയ വണ്ടികൾ വരുന്നുണ്ട്. ബഡ്ജറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ലോൺ സ്റ്റാർട്ട് ചെയ്ത് 2010. ഓക്കെ. പിന്നെ ഇത് പോയിട്ട് RT വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ നമ്മുടെ വണ്ടിയുടെ ടെസ്റ്റ് അതേമാതിരി ഇൻഷുറൻസ് എല്ലാ കാര്യങ്ങളും ഇൻഷുറൻസ് കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം സ്ഥലം ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കട കിളിയിലാണ്. അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. അപ്പം ഫസ്റ്റ് വേണ്ടി മാരുതി 800. അങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത് പഴയ മോഡലാണ്. 96 29 വരെ ടാക്സ് എടുത്തിട്ടുള്ള വണ്ടിയാണ്. അത്യാവശ്യം ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫാമിലി യൂസ് ആണ് വണ്ടി. ഒരു ഫാമിലി വന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് എടുത്ത വണ്ടിയാണ്. ബ്രോ എൻജിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? കൊള്ളാം, കുഴപ്പമൊന്നുമില്ലല്ലോ. ടാക്സ് 29 രൂപ ഉണ്ടോ? അതെ. ഓക്കെ. വണ്ടി എടുത്ത് പഠിക്കാൻ അവർ ധൈര്യമായിട്ട് എടുത്തോടാം. ഈ പഴയ ടൈപ്പ് വണ്ടികളൊന്നും കിട്ടാനില്ല. അതുപോലെ ചെറിയ ബഡ്ജറ്റാണ്. നമുക്കൊരു ബൈക്ക് എടുക്കുന്ന ചാർജ് വരുന്നുള്ളൂ. ഇതെല്ലാം ആണോ? എങ്ങനെയാണ് പ്രൈസ്? വെറും 29,000 രൂപ കൊടുക്കാം. 29,000 ഓഫർ പ്രൈസ് ആണ്. 29,000. ഞാനോ അങ്ങനെ 2011 ലാസ്റ്റ് ആണ് വണ്ടി. ടെസ്റ്റ് കഴിഞ്ഞാ? ടെസ്റ്റ് ആകുന്നില്ല, ലാസ്റ്റ് വരുന്നേ ഉള്ളൂ. ഓക്കെ. അങ്ങനെ ഓണർഷിപ്പ് കിലോമീറ്റർ ഒക്കെ എത്രയായി? ഓണർഷിപ്പ് സെക്കൻഡ് തന്നെ. കിലോമീറ്ററോ? കിലോമീറ്റർ 70 ഓടി. വണ്ടി എങ്ങനെ AC വർക്കിംഗ് ആണോ? അതിൻ്റെ എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. സീരിയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടാറ്റ നാനോ. വേറെ എൻജിൻ കണ്ടീഷൻ ഒക്കെ പറ്റാണല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലേ? ഓക്കെ. എങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ്? വെറും 39,000 രൂപ കൊടുക്കാം. 39,000 രൂപ. 2011 നാനോ 39,000 രൂപ. ടയർ കണ്ടീഷൻ ഫ്രണ്ട് കൊള്ളാം, ബാക്ക് ആവറേജ് ആണെന്നുള്ളൂ അല്ലേ? അപ്പോൾ അടുത്ത വേണ്ടി 2006 ആണ് 800. പുതിയ പേപ്പറാണ്. 31 വരെ പേപ്പറുള്ള MBFI ആണ്. 31 പേപ്പറുണ്ട്. അതെ. 2006 31 പേപ്പറുണ്ട് അല്ലേ? ഓക്കെ. വണ്ടി കണ്ടീഷൻ എങ്ങനെയുണ്ട്? വണ്ടി കൊള്ളാം, നല്ല കണ്ടീഷനാണ്. MBFI ആണല്ലോ? MBFI ആണ്. ഓക്കെ. ബോഡി പോരാത്തതിന് പുതിയ പേപ്പറാണ്. പുതിയ ടാക്സ്, പുതിയ റീടെസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ കുഴപ്പമില്ല. അതെ. ഇതും AC ഉള്ള വണ്ടിയാണോ? AC ഉള്ളത്. AC വർക്ക് ചെയ്യുമോ? ഓക്കെ. അപ്പം മാരുതി 800 എങ്ങനെയാണ് പ്രൈസ്? അപ്പോൾ മാരുതി 800 MBFI 31 വരെ പേപ്പറുള്ള വണ്ടി നമുക്ക് 69,000 രൂപ കൊടുക്കാം. 69,000 രൂപ. നാനോട് നല്ല കളക്ഷൻ ഉണ്ടല്ലോ. ഒരു 3 നാനോ കിടപ്പുണ്ടല്ലേ? ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2012 ആണ്. സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. നല്ല വണ്ടിയാണ്. AC വരുന്ന ടൈപ്പാണ്. 2012 AC. അതെ. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ ആയി? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 60 മേളിലോടി. ടയർ കണ്ടീഷൻ കൊള്ളാം അല്ലേ? നീറ്റാണ്. ഓക്കെ. യെല്ലോ കളർ. ഇതിൻ്റെ കണ്ടീഷൻ കുഴപ്പമില്ല. സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വില എങ്ങനെ വരുന്നത്? ഇത് 49,000 രൂപ കൊടുക്കാം. 2012 ആണ്. സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. എൻജിൻ കണ്ടീഷൻ ഒക്കെ ആണല്ലോ? ധൈര്യമായിട്ട് ഓടാം. ഓക്കെ. അപ്പോൾ അടുത്ത് ആൾട്ടോ ബ്ലാക്ക്. ആൾട്ടോ 2005 ആണ്. 31 വരെ പേപ്പർ. ഈ വീക്കിൽ റീടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടി അല്ലേ? പുതിയ പേപ്പർ. ഓക്കെ. വണ്ടി കണ്ടീഷൻ ആണല്ലോ? ധൈര്യമായിട്ട് എടുക്കാം. AC മാത്രമേ വരുന്നുള്ളൂ. വണ്ടി കൊള്ളാം. LX ആണല്ലേ? അതെ. ഓക്കെ. ടയർ കണ്ടീഷൻ ഒരു 70% ടയർ ഉണ്ട്. ബാക്ക് കുറച്ച് കുറവാണ്. ഓക്കെ. ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക്കാണ്. കുഴപ്പം നീറ്റ് ഇരിപ്പുണ്ട്. ഓക്കെ. AC വർക്കിംഗ് ആണോ? AC വർക്കിംഗ് ആണ്. അപ്പോൾ എങ്ങനെ അതിൻ്റെ വണ്ടി മെക്കാനിക് സൈഡും കൊള്ളാം. പ്രൈസ് എങ്ങനെയാണ്? 79,000 രൂപ ഫൈനൽ കൊടുക്കാം. 79 രൂപ. 2005 31 വരെ പുതിയ പേപ്പർ, പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഓൾട്ടോ 2007 LXI ആണ്. LXI. ഓക്കെ. വണ്ടി കണ്ടീഷൻ ആണല്ലോ? നല്ല വണ്ടി. 27 പേപ്പർ ഉണ്ടല്ലേ? അതെ. ഓക്കെ. ടയർ കണ്ടീഷൻ ഒരു 60% ടയർ ഉണ്ട്. AC വർക്കിംഗ് ആണല്ലോ? AC എല്ലാം വർക്കിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ. സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എൻജിൻ കണ്ടീഷൻ കുഴപ്പമില്ല ബ്രോ? ധൈര്യമായിട്ട് എടുക്കാം. നല്ല വണ്ടി, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. അപ്പോൾ അതിൻ്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? നമുക്ക് ഇതിന് 85,000 രൂപ ഫൈനൽ കൊടുക്കാം. 85,000 കൊടുക്കാം.
അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ കേട്ടൺ 2011 നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. മെക്കാനിക് സൈഡ് കാര്യങ്ങൾ എങ്ങനെയായാലും പക്ക വണ്ടി. പോരാത്തതിന് പുത്തൻ പേപ്പറും. 31 വരെ പേപ്പർ ഉണ്ട്. 5 വർഷം പേപ്പർ ഉണ്ട്. അതെ, ഓൾട്ടോ കേട്ടൺ നീറ്റ് ആണല്ലോ വണ്ടി. ബോഡി ഒക്കെ നല്ല വണ്ടി, നീറ്റ്. ഇതേപോലെ തന്നെ മെക്കാനിക് സൈഡും നീറ്റ് ആയിരിക്കും കേട്ടോ. ഡെന്റ് സ്ക്രാച്ചസ് ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ഒരു 60% ടയർ ഉണ്ട്. ഓക്കെ, ഇന്റീരിയർ കണ്ടീഷൻ നീറ്റ് ആണ്. സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് LX അല്ലേ? ആ, LX. AC പവർ സ്റ്റിയറിംഗ്. അതെ, എല്ലാം വർക്കിംഗ് ആണല്ലോ. ആണ്. അപ്പോൾ എങ്ങനെ ഓൾട്ടോ കേട്ടൺ 2031 പേപ്പർ ഉണ്ട്. അതെ അതെ. അപ്പോൾ എങ്ങനെ പ്രൈസ്? നമുക്ക് 1,69,000 രൂപ ഫൈനൽ കൊടുക്കാം. 1,69. ആ, ഫിനാൻസും കിട്ടും. എത്ര വരെ കയറും? ഏകദേശം 1-1.25 വരെ ലോണും കൊടുക്കാം. ശരി. അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ എങ്ങനെ? 2007 ആണ്. പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി. ഓക്കെ, LXi പവർ സ്റ്റിയറിംഗ്, AC കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പം 2007 LXi ആണ്. വണ്ടി നീറ്റ് അല്ലേ? ബോഡി ഒക്കെ നീറ്റ് പോകണ്ടല്ലോ. ധൈര്യമായിട്ട് നല്ല വണ്ടി. മെക്കാനിക് സൈഡും കൊള്ളാം. AC എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, ടയർ കണ്ടീഷൻ ഫ്രണ്ട് പുത്തൻ ടയർ ഉണ്ട്. ബാക്ക് ഒരു 60% ടയർ ഉണ്ട്. ഇത് സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ടോ ബ്രോ? ഇതിന് അതെ, ചെയ്തിട്ടുണ്ടോ? ആ, ഓ, വർക്കിംഗ് ആണത്. ആണല്ലേ? ഓക്കെ, സീറ്റ് ഒരു ഫാബ്രിക് ആണ് കേട്ടോ. നീറ്റ് ആയിരിപ്പുണ്ട്. കുഴപ്പമില്ല. അതെ, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് വർക്കിംഗ് ആണല്ലേ? ആണ്. ഓക്കെ ഓക്കെ. അപ്പം എങ്ങനെ ഇതിൻ്റെ പ്രൈസ്? നമുക്കിതിന് 85,000 രൂപ ഫൈനൽ കൊടുക്കാം. 85,000. 2007 വണ്ടി. ആ, അപ്പോൾ നെക്സ്റ്റ് വാഗണാർ 2007 ആണ്. ആ, സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. ഓക്കെ, ടൈപ്പ് 2 വണ്ടിയാണ്. വണ്ടി കൊള്ളാം, നല്ല വണ്ടി. അലോയ്സ് ചെയ്തിട്ടുണ്ടല്ലേ? അതെ, അലോയ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ടയർ പുതിയതാണ്. ടയർ മെക്കാനിക് കണ്ടീഷനും കൊള്ളാം. AC വർക്കാണ്. പവർ സ്റ്റിയറിംഗ് ACയും വരുന്നുണ്ട്. ടയർ 4 പുത്തൻ ടയർ ഉണ്ടല്ലേ? അതെ, കേൾസർ 1 ആണ്. ഓക്കെ, അലോയ്സ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, വണ്ടി നീറ്റ് ആയിരിക്കുന്നുണ്ട്. കുഴപ്പമില്ല അല്ലേ? എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ ആണല്ലോ? അതെ അതെ. ഇത് ACയും പവർ സ്റ്റിയറിംഗ് മാത്രം അല്ലേ? AC പവർ സ്റ്റിയറിംഗ്. ആ, ഓക്കെ. 2007 വാഗണാർ 27 പേപ്പറുണ്ട്. അതെ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമുക്ക് 89,000 രൂപ ഫൈനൽ കൊടുക്കാം. 89 രൂപ. ആ, കണ്ടീഷൻ വണ്ടി. അതെ. ഓക്കെ, അലോയ്സ് ഒക്കെ ഉള്ള വണ്ടി. ടയർ 4 പുത്തൻ ടയറും ഉണ്ട്. ഇത് 1800. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2011 ആണ്. ആ, സിംഗിൾ ഓണറേ ആയിട്ടുള്ളൂ. ആ, ലോ കിലോമീറ്റർ വണ്ടിയാണ്. 31 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. MBFA. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ 70-നകത്തേ ഓടിയുള്ളൂ. ഓടിയിട്ടുള്ളൂ അല്ലേ? നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? സിംഗിൾ ഓണറാണ്. ധൈര്യമായിട്ടൊരു പാർട്ടിക്ക് എടുക്കാം. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണോ? പുത്തൻ പേപ്പർ. 5 വർഷം പേപ്പർ ഉണ്ട്. ആ, ഓക്കെ. ഇല്ല, 60,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ കേട്ടോ. 60,000 കിലോമീറ്റർ. അതെ അതെ. ജെനുവിനാണ്. ഓക്കെ, AC ഉണ്ടല്ലോ? AC വർക്കിംഗ് ആണല്ലോ? AC വർക്കിംഗ് ആണ്. അപ്പോൾ 2011 5 വർഷം പേപ്പറുള്ള 1800 സിംഗിൾ ഓണർ. 60,000 കിലോമീറ്റർ. അതെ. അപ്പോൾ എങ്ങനെ അതിൻ്റെ പ്രൈസ്? 1.15 കൊടുക്കാം. 1.15. ധൈര്യമായിട്ട് എടുക്കാം. ഇങ്ങനെയുള്ള വണ്ടികൾ കിട്ടും. കമ്പനി സ്റ്റോപ്പ് ചെയ്ത വണ്ടിയാണ്. പക്ഷേ ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി കിട്ടാൻ പാടാണ്. അടുത്ത വണ്ടി ഡാറ്റ്സൺ റെഡിക്കോ? 2017 ആണ്. ആ, 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണറാണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അത് മാനുവൽ അല്ലേ? മാനുവൽ. ഡാറ്റ്സൺ റെഡിക്കോ നല്ല വണ്ടി. 1 ലിറ്റർ ആണല്ലേ? അതെ. ഓക്കെ, ടയർ ഫ്രണ്ട് പുത്തനുണ്ട്. ബാക്കിൽ ഒരു 70% ടയർ ഉണ്ട് കേട്ടോ. പക്ഷേ നീറ്റ് ആയിരിപ്പുണ്ട് വണ്ടി. മറ്റേ സ്ക്രാച്ച് ഇതിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. വേറെ റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ? നീറ്റ് വണ്ടി. വെറും 45,000 കിലോമീറ്റർ ക്വാളിറ്റി ഉള്ള വണ്ടി. കണ്ടീഷൻ നീറ്റ് ആണോ? സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫാൻസി നമ്പർ. ആ, AC ഇൻബിൽറ്റ് സ്റ്റീരിയോ, 2 ഡോർ പവർ വിൻഡോ. അതെ. ഓക്കെ, അപ്പോൾ നീറ്റ് വണ്ടി അല്ലേ? വണ്ടി. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? 1,90,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കും. 190. ഓക്കെ, ഫിനാൻസ് എത്ര കയറും? ഏകദേശം 1,000 രൂപ അടുപ്പിച്ച് ലോൺ കിട്ടും. അപ്പോൾ അടുത്ത വണ്ടി നാനോ എങ്ങനെയാ? നാനോ 2014 ആണ് വണ്ടി. പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടിയാണ്. നാനോ ടെസ്റ്റ് ആണല്ലേ? അതെ അതെ. ഓക്കെ, അലോയ്സ് ചെയ്താണ് അതിനകത്ത് വരുന്നത്? അലോയ്സ് ഒക്കെ അഡീഷണൽ ആണ്. ചെയ്താണല്ലേ? ഓഫറാണ്. ഓഫർ. 4 കരിമ്പുത്തൻ ടയർ. പുത്തൻ ടയർ ഉണ്ട്. പക്ഷേ ചെറിയ ഡെൻ്റ് ഉണ്ട് സൈഡിലുണ്ട്. ഓക്കെ, നാനോ XT ട്വിസ്റ്റ്. ഓക്കെ, ഏകദേശം 1 വണ്ടിയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എല്ലാം വർക്കിംഗ് ആണല്ലോ? ഒരു കുഴപ്പമില്ല. നീറ്റ്. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ലൈനാണോ? ആ. ഓക്കെ, ഇതിനകത്ത് പവർ വിൻഡോ വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. ഓക്കെ, അലോയ്സ് വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ കൊള്ളാം. അപ്പോൾ എങ്ങനെ അതിൻ്റെ പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ്. 2014 ആണ്. ആ, നമുക്ക് 79,000 രൂപ കൊടുക്കാം. 79 രൂപ. 4 പുത്തൻ ടയറുണ്ട്. അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ് ഉണ്ട്. ഓക്കെ.